പുതിയ പാഠങ്ങളെല്ലാം നമുക്ക് വലിയ പാഠങ്ങളാണ്. വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്, വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അതേ, ഇന്നും അതേ അമേരിക്കയുടെ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം അതേ ഹോർമുസ് കടലൊടുക്ക് തുറന്നില്ല എങ്കിൽ ആ ഇറാനിലെ എണ്ണ കമ്പനികൾ മുഴുവനും എണ്ണപ്പാടങ്ങൾ മുഴുവനും കത്തിച്ചാമ്പലാക്കുമെന്നാണ് അമേരിക്ക വീമ്പളക്കിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എങ്ങാനും ഉണ്ടായാലുള്ള സംഭവ വികാസങ്ങൾ എന്താണ്? പാഠം ഉൾക്കൊള്ളണേ. ഇതെല്ലാം അല്ലാഹു നമുക്ക് തരുന്നത് നന്നായി പഠിക്കാനാണ്, പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. കല്യാണമായാലും സൽക്കാരങ്ങളായാലും ഏത് പരിപാടികളായാലും അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടികളും വേണ്ട. എല്ലാത്തിലും മിതത്വം കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാഴ്ച മുമ്പാണ് ഇതേ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയാപ്പിളയും സംഘവും കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, ബടി പൊട്ടിക്കുകയാണ്. ആ ബടി അതാ അവസാനം അതിന്റെ ക്രമം തെറ്റി അത് പന്തലിലേക്ക് പോയി പതിക്കുകയാണ്. അതേ പന്തൽ കത്താൻ തുടങ്ങി. എന്തുമാത്രം വേദനാജനകമായ വാർത്തകളാണ്. എന്തേ പഠിക്കാത്തത്? കൊറോണ കൊണ്ട് പഠിച്ചില്ല, പലതും അല്ലാഹു തന്നു പഠിച്ചില്ല. അവസാനം വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണ്. എത്രയോ കമ്പനികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ ശമ്പളങ്ങൾ വാങ്ങുന്നവരോട് നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് കമ്പനി പറയുകയാണ്. ആവശ്യമെങ്കിൽ വിളിക്കാമെന്ന് പറയുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയമായിട്ടും വിദേശത്ത് നിന്ന് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ നാട്ടിലേക്ക് വരാൻ മടിക്കുകയാണ്. വന്നാൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. പക്ഷേ പ്രതിസന്ധികളുടെ വലിയ വലിയ ഘട്ടങ്ങൾ കടന്നു വന്നിട്ടും പാഠം ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗമായി ഈ ഉമ്മത്തിലെ ആളുകൾ മാറുന്നുവല്ലോ. മറ്റു മതവിഭാഗങ്ങൾ അവരുടെ ആളുകൾ പറഞ്ഞത് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ പുതിയ പ്രതിസന്ധികളിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ ആഘോഷങ്ങളും പരിപാടികളും ലഘൂകരിക്കുമ്പോ നമുക്കിതിന് സാധ്യമാകുന്നില്ല. എത്രമാത്രം വളരെ മോശകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, അള്ളാഹുവിന്റെ പരീക്ഷണം വരുമ്പോ മഹാരഥന്മാരായ സ്വഹാബത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എല്ലാത്തിലും മിതത്വം കൊണ്ടുവരാനും പാഠം ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകണേ. ആർമാദിക്കല്ല, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു കളിയും പാടില്ല. അത് ഏത് വിഷയത്തിലായാലും, അത് തെരഞ്ഞെടുപ്പിലായാലും അല്ലാത്തതായാലും സ്ത്രീകൾ അഴിഞ്ഞാടാൻ അള്ളാഹുവിന്റെ ദീന് യാതൊരു സമ്മതവും ഒരാൾക്കും തന്നിട്ടില്ല. നടുറോട്ടിലൂടെ പാട്ടും പാടി അതേ ഒപ്പനയും കളിച്ച് ഡാൻസും കളിച്ച് എല്ലാ അന്യപുരുഷന്മാർക്കും കൈകൾ കൊടുത്ത് എത്രയെത്ര രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പച്ചയായി ലംഘിക്കുകയാണ്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കുറെ ആളുകൾ. നഊദു ബില്ലാഹ്. ഈ കളികളെല്ലാം നിൽക്കുന്ന ഒരു സമയവും ഘട്ടവുമാണ് വരാൻ പോകുന്നത്. സൂക്ഷിക്കണേ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ. കടുത്ത വൃത്തികേടുകൾ ചെയ്യുകയാണ്, തോന്നിവാസങ്ങൾ ചെയ്യുകയാണ്. അത് എന്തിന്റെ പേരിലായാലും അള്ളാഹുവിന്റെ ദീൻ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നടു റോട്ടിലേക്ക് ഇറങ്ങുക സ്ത്രീകള്. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ ദീനിന്റെ എല്ലാ നിയമവശങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഒരു സ്ത്രീ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതും അവിടെ പ്രവർത്തിക്കുന്നതിനുമെല്ലാം വ്യക്തമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും അള്ളാഹുവിന്റെ ദീന് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് യാതൊരു മര്യാദയും ഇല്ലാതെ വലിയ ഒപ്പന പാട്ടുകളുമായി തരുണീമണികളായ സ്ത്രീകളെ അല്ലെങ്കിൽ സഹോദരിമാരെ അല്ലെങ്കിൽ ഉമ്മമാരെ അവര് നടു റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഒപ്പനയും പാട്ടും കളിച്ച് നടക്കുകയാണ്. ഈ ധിക്കാരത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ആണത്വമുള്ളയോ മുഅ്മിനീങ്ങളെ,
നല്ല ആണത്വമുള്ള ചെറുപ്പക്കാരെ, നല്ല ആണത്വമുള്ള ജനങ്ങളെ, നിങ്ങൾ ഈ വൃത്തികേടിനെതിരെ ശബ്ദിക്കുകയും ആ വൃത്തികേടുകളിലേക്ക് നമ്മുടെ വീട്ടുകാര് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നില്ല എങ്കിൽ തീർച്ചയായും നാഥനായ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. സയ്യിദുനാ ഹംസത്തുൽ ഖറാർ തങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരമാണ് കൊടുത്തതെങ്കിൽ നമ്മളോട് അള്ളാഹു ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നമുക്ക് നാഥനായ റബ്ബിനോട് പറയാ? എല്ലാ സ്ത്രീകളെയും ഞാൻ രംഗത്തിറക്കിയിരുന്നു എന്നാണോ പറയാ? അതിന്റെ പേരിൽ നാഥനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് എന്ത് ശിക്ഷയാണ് നമുക്ക് ഏറ്റെടുക്കേണ്ടി വരിക എന്ന ഗൗരവതരമായ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധയിൽ ഉണ്ടാകണമെന്ന് ഈ മഹത്തായ സന്ദർഭത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്